ക്രിക്കറ്റ് ആവേശം കൊടുമ്പിരി കൊണ്ടിരിക്കെ കോലഞ്ചേരിയിൽ IPL മാതൃകയിലുള്ള ക്രിക്കറ്റ് ലീഗ് ശനി ഞായർ ദിവസങ്ങളിലായി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. കോലഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പീപ്പിൾ ചോയ്സ് ക്രിക്കറ്റ് ലീഗിൽ ജില്ലയിലെ 12 ക്രിക്കറ്റ് ക്ലബ്ബുകളിൽ നിന്നുമായി 156 താരങ്ങൾ മാറ്റുരയ്ക്കുമെന്ന് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. IPL ആരംഭം കോലഞ്ചേരി പരിസര പ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ലീഗിൻ്റെ പ്രധാന ലക്ഷ്യം. കോലഞ്ചേരി പ്രസ് ക്ലബ്ബ് അതിന് മുൻകൈ എടുക്കുകയാണ്. ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ മാമാങ്കത്തിൻ്റെ അല്ലെങ്കിൽ ക്രിക്കറ്റ് IPLൻ്റെ ഉദ്ഘാടനം കുന്നത്തുനാട് MLA അഡ്വക്കേറ്റ് PV ശ്രീജൻ നിർവഹിക്കും. ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഉദ്ഘാടന സമ്മേളനത്തിലും ഈ പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ എല്ലാ പ്രമുഖ വ്യക്തികളും അണിനിരക്കുന്നുണ്ട്. സമ്മാനദാനം നിർവഹിക്കുന്നത് ആലുവ റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേനയാണ്. ചാമ്പ്യന്മാർക്ക് 60,000 രൂപയും ട്രോഫിയും, രണ്ടാം സ്ഥാനക്കാർക്ക് 40,000 രൂപയും ട്രോഫിയും ലഭിക്കും. ക്രിക്കറ്റ് ലീഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സമ്മാനം തന്നെയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ആകർഷണീയമായ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം. ആകർഷണീയത സമ്മാനത്തിൻ്റെ തുകയാണ് 60,000 രൂപയും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത്. രണ്ടാം സമ്മാനം ഒട്ടും കുറവല്ലാത്ത രീതിയിൽ 40,000 രൂപയും ട്രോഫിയുമാണ് അവർക്ക് കൊടുക്കുന്നത്. അതുകൂടാതെ വ്യക്തിഗത ചാമ്പ്യന്മാർക്ക് നമ്മൾ പ്രത്യേകം ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയുന്നു. ലീഗിൽ രജിസ്റ്റർ ചെയ്ത കളിക്കാരെ താരലേലത്തിലൂടെയാണ് ഓരോ ടീമുകളും സ്വന്തമാക്കിയത്. ലീഗ് മൊത്തത്തിലൊരു IPL മാതൃകയിൽ തന്നെയാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. IPL മാതൃകയിൽ തന്നെ ഒരു ഓപ്ഷൻ സംഘടിപ്പിച്ച് 12 ടീമുകളിലേക്ക് 13 താരങ്ങളെ ലേലം വിളിച്ച് തന്നെയാണ് IPL മാതൃകയിൽ ലേലം വിളിച്ചാണ് നമ്മൾ 12 ടീമുകളിലേക്കും 13 താരങ്ങളെ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്രിക്കറ്റ് ലീഗിൻ്റെ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ കളി കാണാൻ വരുന്ന കാണികൾക്ക് പോലും സമ്മാനം കിട്ടുന്ന രീതിയിലാണ് ഇത് നടത്തുന്നത്. ഓരോ കളിയിലും 5 കാണികൾക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നതാണ്. പിന്നെ നാട്ടിൽ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോലും അവസരങ്ങൾ കിട്ടാത്തത് മൂലം അറിയപ്പെടാത്ത നിരവധി താരങ്ങളെ നമ്മൾ ഈ ലീഗിൽ കൊണ്ടുവന്ന് അവർക്കൊരു നല്ലൊരു അവസരം നൽകി പുറം ലോകത്തേക്ക് അറിയിക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമുക്കുണ്ട്. 3 ടീമുകൾ അടങ്ങുന്ന 4 പൂളുകളിൽ 2 ദിവസങ്ങളിലായി ഫൈനൽ ഉൾപ്പെടെ 19 മത്സരങ്ങളാണ് നടക്കുക. മൊത്തം 19 മത്സരങ്ങളാണ് ഈ ലീഗിൽ മൊത്തം നമുക്ക് വരുന്നത്. അതിനകത്ത് 12 ടീമുകളെ 3 ടീമടങ്ങുന്ന 4 പൂളുകളായി തിരിച്ച് ഒരു ടീമിന് ഒരു പൂളിൽ നിന്ന് 2 ലീഗ് മാച്ചസ് വരുന്ന രീതിയിലാണ് നമ്മൾ കളി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഒരു പൂളിൽ നിന്ന് 2 ടീം അടുത്ത ഗ്രൂപ്പിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ആയി അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ ഇങ്ങനെയാണ് നമ്മൾ കളി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. വ്യക്തിഗത ട്രോഫികൾ നമ്മൾ ഒത്തിരി ഈ ടൂർണമെൻറ്റ്സിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ കളികളിലും മാൻ ഓഫ് ദി മാച്ച്, അതുകൂടാതെ തന്നെ ബെസ്റ്റ് ബോളർ, ബെസ്റ്റ് ബാറ്റ്സ്മാൻ, മാൻ ഓഫ് ദി സീരീസ്, അതുപോലെ തന്നെ ബെസ്റ്റ് വെറ്ററൻ പ്ലെയർ, ബെസ്റ്റ് എമർജിംഗ് പ്ലെയർ, ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ, ബെസ്റ്റ് ക്യാച്ച്, ബെസ്റ്റ് ഫീൽഡർ, അങ്ങനെ ഒത്തിരി നിരവധി ട്രോഫികൾ നമ്മൾ ഈ ടൂർണമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രദീപ് എബ്രഹാം, സെക്രട്ടറി MM പൗലോസ്, ക്രിക്കറ്റ് ലീഗ് കോർഡിനേറ്റർമാരായ ശരത് മോഹൻ, ശ്രീനിഷ് S നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CNews കേരള.